ഇപ്പൊ മനസ്സിലായില്ലടി ഇന്റെ കജിന്റെ ചൂട്. ഇന്നോട് കളിക്കുമ്പോഴേ കണ്ടറിഞ്ഞ് കളിച്ചോണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും. വന്നുങ്ങളെ എന്റെ മുഖത്ത് കൈ വെക്കാൻ മാത്രം ആയില്ലേ? പിടിച്ചോളി. ഇറച്ചിന്റെ വേദനയെ എല്ലാവർക്കും ഒന്നാന്നേ ഇന്നത്തോടെ മനസ്സിലാക്കുന്നത് നല്ലതാ. ഇതേ തോന്നുമ്പോ കൊട്ടാളേ ചെണ്ടല്ല ഞാന്. ഇജ്ജിന്നെ തിരിച്ചടിച്ചുല്ലേ? അനക്ക് എവിടുന്നാണ് ഇതിനുള്ള അധികാരം കിട്ടിയിരിക്കണത്? ആ, സ്വന്തം പേരേന്ന് പഠിച്ചു വന്നതാകും, പഠിപ്പിച്ച് വിട്ടതാവും. ഏതായാലും അടിച്ചതടിച്ചു. ഇനി മേലെ എന്റെ കജ്ജി പൊങ്ങരുത്. നിക്കടി അവിടെ. ഇതാ താത്ത, ഇഞ്ഞുഞ്ച കജിന്റെ ചൂടറിയാൻ നിക്കണ്ട. എല്ലാരും അച്ഛക്ക് ഒരേ വേദന ഇപ്പൊ മനസ്സിലായില്ലേ? വെറുതെ നിന്ന് ഇനി മാനം കടാൻ നിക്കണ്ട. ഇമ്മ, ഇമ്മ, എന്താണ് ഈ പെണ്ണിന് വേണ്ടത്? വന്ന് മനസ്സിനൊരു പണി തോരം പോലെ എടുക്കാൻ കൂടില്ല. അപ്പൊ അതൊരു വിളി. എന്താടി എന്താന്നോ നിങ്ങളിവിടെ ഉണ്ടായിട്ട് ഈ പെരല് നടക്കുന്നത്? എന്താ നിങ്ങൾ കണ്ടിക്കണോ? നിങ്ങളെ പാലും തേനും ഊട്ടി വളർത്തുന്ന പാമ്പിനെ കൊത്തി. ഓള അവസാനം അയക്കണിമ്മ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരാവശ്യമില്ലാതെ ഓളെ ഞാൻ അടിച്ചു. പോയി ചോദിച്ചി ചെല്ലി. അടിച്ചേ? എവിടെ ഓളുന്നിട്ട്? അല്ല, ജത്തടി മോനെ കാട്ടിക്കണത്? വന്ന് നമുക്ക് ഇവിടെ ആരും നേരെയും വിലയില്ലാതെ നിൽക്കണോ? എത്ര അധികാരത്തിലാണ് ഈ ജോള തച്ചിക്കണത്? ഇമ്മ, ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമുക്ക് മനസ്സിലാക്കണോ? ഒരു പ്രശ്നമല്ല അതിന് താത്ത ജിമ്മക്ക് മെക്കിട്ട് കയറിയാണ് ഞാൻ അടിച്ചിക്കണത്. പിന്നെ ഇറച്ചിക്ക് വേദനിച്ചാ ആരാരും തിരിച്ചും പ്രതികരിക്കും. എനിക്ക് വേദനിച്ചപ്പോ ഞാൻ തിരിച്ചടിച്ചു. കണ്ടില്ലേ, അവൾ അഹങ്കാരത്തിന് ഒരു കുറവില്ല. ഇതെന്നാ തിരിച്ചടി കൊടുക്കണേ നോക്ക്. ഏതായാലും ഇവിടെ ആണൊരുത്തൻ കേറി വരാണ്ടല്ലോ, ഓങ്ങോട്ട് വരട്ടെ. ഓനൊരു നിരക്ക് നിർത്തേണ്ടി വരും ഇവിടെ. ഇവിടെ വന്ന കുത്തിരുന്ന ഇങ്ങോട്ട് വാ. അഞ്ച കുട്ടി മനസ്സടങ്ങാറായി കണ്ടാണ് ഇവിടെ ഒന്ന് വന്ന് നിക്കണത്. എന്നിട്ട് പെരയിലുള്ളവരെന്നെ അതിനിട്ട് കുത്തുക, ഇടങ്ങാറാക്ക. ഒരു നേരം അതിന് ചൊകിന് വെള്ളം മുഴിച്ചും പറ്റിയും കൊടുക്കണ്ടല്ലേ? വാ. എന്താ രണ്ടാളെ മുഖം ഇങ്ങനെ? എന്താ പറ്റിയതുമ്മ? പറ്റിയിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ. അന്നെ കാത്തുക്കെന്നെയായിരുന്നു. ഇജ്ജ് എവിടെയായിരുന്നു? അതിന് എന്താ ഇവിടെ ഉണ്ടായത്? നിങ്ങളെന്താ വെച്ചാ കാര്യം പറയ്. എന്താമ്മോ?
ഈ നോലോളിച്ചാൽ മാത്രം എന്താ മണ്ടാക്കണ ഇവിടെ? നോക്കടാ, അന്റെ ഓള് കാരണം നമ്മളെ കുട്ടീന്റെ കണ്ണിന്ന് വെള്ളം ചാടാനൊരിടയത്. ഓളെ കുട്ടീനെ അടിച്ചു. അടിക്കേ? അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ചോദിച്ചു നോക്കന്റെ ഓളോട്. എടാ, ഒരു പെരയുമ്പോ എന്തെങ്കിലും ഒരു വർത്താനോ തമാശയോ കൂട്ടൊക്കെ ഉണ്ടാകൂലേ? അതേപോലെ ഇന്ന് ഓളോട് എത്തോ ഒരു തമാശ പറഞ്ഞു. അത് അന്റെ ഓക്ക് പറ്റിയില്ല. ഓൾ എടുത്ത വായിക്ക് ഇവിടെ മുഖത്തേക്കൊരടി. ഓളെ ആരാ പിടുത്തത്? ഓളെ അടിച്ചാൽ മാത്രം കഴിക്കണോ? ഓളെ പിടിച്ചാണ് പുറത്ത് കിട്ടേണ്ട കാര്യങ്ങൾ ചോദിച്ചു നോക്ക്. ഓള് തത്ത പറയും പോലെ പറയും. വേണ്ടമ്മ, ഇതൊക്കെ ഞാൻ സഹിക്കണം. ഇങ്ങനൊരു അവസ്ഥയിലല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കണത്. ആർക്കും വേണ്ടാത്തൊരു ജീവിതം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആ, ഇതിപ്പോ അങ്ങനെ വിട്ടാ ശരിയല്ലോ. ഇപ്പൊ വന്നൊന്ന് കയ്യാങ്കളി തുടങ്ങിയ ഇവിടെ. എടി, ഇജ്ജ് എവിടെ ഇങ്ങോട്ട് ഇറങ്ങിക്ക പുറത്തേക്ക്. വേണ്ട, ഓളോടൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടത് നോക്ക് ഇഷ്ടല്ല. അതും 1-2 മാസമായില്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ സഹിച്ചോളാം. അതെങ്ങനെ ശരിയാണത്? ഇത് എന്റെയും കൂടി വീടല്ലേ, പിന്നെ ചാരിയെ പേടിച്ചണത്? എന്തൊക്കെയടി കേക്കണത്? ഇജെന്തിനാ ഈ മൂന അടിച്ചത്? അത് താത്തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഓളെ ദേഷ്യം മുഴുവനും ഇപ്പോഴും അമർന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ കുറ്റം പറഞ്ഞു കൊടുക്കുക. അതെ, ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഓളെ മേലൊരു നോട്ടം കൊണ്ട് പോലും ഓൾക്കൊരു ഇടങ്ങേറുണ്ടായത്. ഇതൊക്കെ എന്നോട് എന്നും വേണം പറയ. ഇഞ്ച 2 കുട്ടികളെ മേലും ഇന്ന് ഈ നേരം വരെയായിട്ട് ഇഞ്ച കജ്ജെടുത്ത് നോങ്ങേണ്ട ഒരു ആവശ്യം കൂടി വന്നിട്ടില്ല. എന്നിട്ടിപ്പോ എവിടുന്നോ ഒന്ന് വന്ന് കേറിയോള് ഇഞ്ച കുട്ടീന്റെ മേല് കയ്യച്ചു. അത് സഹിച്ചാൻ കജ്ജൂല. അതിനാണ് ഞാൻ ഇജ്ജ് വരട്ടെന്ന് പറഞ്ഞ് കാത്തു നിന്നത്. ഇജ്ജ് ഇപ്പൊ തന്നെ ഓളെ നിരക്ക് നിർത്തിയില്ലെങ്കിൽ ഇതിലപ്പുറം ഓള് കാട്ടും. അങ്ങനത്തെ അതിനാണ്. ഇതുവരെ കണ്ടില്ല കേട്ടില്ല വെച്ച് നടന്നു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോ. കുട്ടി ഇടങ്ങേറെ ഇങ്ങോട്ട് ഇവിടെ വന്ന് നിക്കണത്. അതിന്റെ മനസ്സിൽ ഇടങ്ങേറത് ആരോട് പറയും?